സണ്ണി ലിയോണിന്റെ ആരാധകരാകാൻ മത്സരിക്കുന്ന മലയാളികൾക്കിടയിൽ സണ്ണി ലിയോൺ ആരാധിക്കുന്ന ഒരു മലയാളി. കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭീമൻ രഘു. പിണറായിയുടെ പ്രസംഗം എഴുന്നേറ്റ് നിന്ന് കേട്ടു, ഒരു സിനിമയുടെ പ്രൊമോഷന് ചെങ്കോടി പിടിച്ചു, ഇങ്ങനെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭീമൻ രഘു ഇപ്പോഴും. ഇപ്പോൾ സണ്ണി ലിയോണിനൊപ്പം ശരപഞ്ചരം എന്ന സിനിമയിലെ ആ കുതിരക്കാരന്റെ സീനിൽ വൈറലാവുകയാണ് ഭീമൻ രഘു. സണ്ണി ലിയോണിന്റെ ഒരു നോട്ടത്തിനു പോലും കൊതിക്കുന്ന മലയാളിക്കിടയിലാണ് സണ്ണി ലിയോൺ തന്റെ മസിലുകൾ ആരാധനയോടെ നോക്കി നിന്നു എന്ന് ഭീമൻ രഘു പറയുന്നത്. അതിൽ ചെറുപ്പക്കാരൊന്നും അസൂയപ്പെടേണ്ട, വിചാരിച്ചാൽ നിങ്ങൾക്കും സണ്ണി ലിയോണിനൊപ്പം അഭിനയിക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും നമുക്ക് നേരിട്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാം. അദ്ദേഹത്തിലേക്ക്. എന്നിട്ട് അവിടെ ഒരു സ്വർണ്ണ കടയിൽ ഒരു 50 ലക്ഷം രൂപ പൈസ അടിച്ച് ഒരു പയ്യന് പൈസ കൊടുക്കാനായിട്ട് വരുന്ന അവരാണ്. പൈസ മേലാണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താ പറയാ, ഞങ്ങളുടെ വലിയൊരു ആരാധകനാണ്. സണ്ണി ലിയോണിനെ അടുത്ത ആളുമ്പോഴത്തേക്ക് ഇയാൾ പെട്ടെന്ന് ബോധം കെട്ടു വീഴും. പിന്നെ ഈ 4 പേരുടെ 3 ആ പയ്യന്റെയും എന്റെയും പിന്നെ വേറെ 1-2 ആൾക്കാരുടെയും കൂടെ ചേർത്ത് ഒരു സ്വപ്ന സീനും ഒരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകതയാണ്. അപ്പൊ സീൻ അങ്ങ് യഥാർത്ഥത്തിൽ അങ്ങ് ജയന്റെ പല സീനുകളും അങ്ങ് പലപ്പോഴും ജയനെ പോലെ അനുകരിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ശരപഞ്ചരത്തിലെ ഈ ഒരു സീൻ തന്നെ ഇങ്ങനെ സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു സ്വപ്ന നായികയുമായിട്ട് ചെയ്തപ്പോ അങ്ങും മനസ്സിൽ വിചാരിച്ചോ നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് ഇളക്കാം ഈ ഒരു ഞാൻ അതിന് വന്നപ്പോ പടത്തിൽ വന്നപ്പോ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിച്ചില്ല. പിന്നെ സതീഷ് അതിന്റെ ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സാധനം ചേട്ടാ ഞങ്ങളെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്തുകൂടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡയറക്ടർ അല്ലേ, ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ കഥയിൽ കഥാപാത്രം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ചെയ്യേണ്ടതെന്നുള്ളത് ഡയറക്ടറാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ചെയ്തു തരാമെന്നത്. പക്ഷെ ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് എത്രയോ മില്യൺ കണക്കിന് അത് വ്യൂവേഴ്സ് കയറി എന്ന് പറയുന്നത് കിട്ടാറുണ്ട് വിളിച്ചു. അതെ, സണ്ണി ലിയോൺ എന്ത് പറഞ്ഞു നേരിട്ട് കണ്ടപ്പോ? നേരിട്ട് കണ്ടപ്പോ എന്താ പറഞ്ഞു, ഹായ്. അത് എല്ലായിടെങ്കിലും പറയുന്നതല്ല, ഹായ്, ഹലോ, ഹൗ ആർ യു, ഫൈൻ, ഞാൻ എന്തായാലും അങ്ങയെക്കുറിച്ച് ഒരുപാട് രസകരമായ വിവാദങ്ങൾ, ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, രസകരമായ വിവാദങ്ങൾ വന്നപ്പോ ഇത്തരത്തിലൊരു ഭയങ്കര മീൻസ് ഓക്കെ വളരെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പുതിയ ഒരു ടീച്ചറും ഇങ്ങനെയൊക്കെ വരുമ്പോ എല്ലാവർക്കും അങ്ങയോടുള്ള ആരാധന ഒന്നുകൂടി കൂടുകയാണെന്ന് തോന്നുന്നു. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. കാരണം എനിക്കെന്താ അവര് പറയുന്നത്, ഡയറക്ടർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു ആ കഥാപാത്രം. അപ്പൊ സണ്ണി ലിയോൺ എന്റെ കാണുമ്പോഴത്തേക്ക് ഹായ് എന്ന് പറയും, ഞാനും ഹായ് എന്ന് പറയും, ഹൗ ആർ യു ചോദിക്കും, ഫൈൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയതിനു ശേഷം വിളിച്ചോ, മെസ്സേജ് എന്തെങ്കിലും അയച്ചോ? ഇല്ല, അങ്ങനെയുള്ള ഒരു കോയിൻസിഡൻസ് ഇല്ല. അത് അവിടെ കണ്ടു, സെറ്റിൽ കണ്ടു, പറഞ്ഞു, സംസാരിച്ചു. പിന്നെ ഇവർക്ക് ഇതിന്റെ ഡയറക്ടർ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ ഡയറക്ടർക്ക് ഉള്ള ഒരു മെസ്സേജിനകത്ത് ഒരു ഫൈൻ, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഡയറക്ടർ ഒരുപാട് വിഷയം. ഞാനൊന്നും അയച്ചു കൊടുക്കാനൊന്നും നമ്മളാ പടത്തിലെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയല്ല നമ്മൾ സ്വീകരിക്കും. അല്ല ജയന്റെ ഇങ്ങനൊരു സാധനം ഒരുപാട് പേര് അതിനെപ്പറ്റി ഇങ്ങനെ എഴുതി വിട്ടു. ജയേട്ടനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഭീമൻ രഘു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി ഇങ്ങനെ വിട്ടു. ഞാൻ കുറെയൊക്കെ വായിച്ചു നോക്കി. ചിലതൊക്കെ ഓക്കെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞല്ല, ഇപ്പൊ നമ്മളെന്താ പറയുന്നത്. എന്തായാലും നമ്മുടെ ചെറുപ്പക്കാരുടെ എല്ലാം ഒരു നല്ലോണം ഒരു കുശുമുണ്ടാക്കുന്ന ഒരു നല്ലൊരു അവസരം കിട്ടിയതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പുതുവർഷത്തിൽ. ചെറുപ്പക്കാർക്ക് കുശുമ്പ് തോന്നേണ്ട കാര്യമേ ഇല്ല, മനസ്സിലായില്ലേ? അവർക്കും അതേപോലെ ഒരു അവസരം സിനിമയിൽ അഭിനയിക്കാൻ, സണ്ണി ലിയോണുമായിട്ട് അഭിനയിക്കാൻ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡയറക്ടർ വർക്കൗട്ട് ചെയ്യും. പക്ഷെ ഇതേപോലെ ഒരു സീൻ വർക്കൗട്ട് ചെയ്യുന്ന പഴയ ജയന്റെ ഓർമ്മകൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്കാണ് അത്. പക്ഷെ അത് വളരെയധികം ഗുണം ചെയ്യുക പടത്തിൽ. അതെ, അതല്ല അങ്ങേ ആരാധനയോടെ നോക്കി നിൽക്കുകയാണ് സണ്ണി ലിയോൺ അല്ലേ? അപ്പൊ അതൊരു വലിയ കാര്യമല്ലേ? അത് തീർച്ചയായിട്ടും. അത് ഷീലയും ജയനും കൂടെ ചെയ്ത സമയത്തും ശരപഞ്ചരത്തിൽ ചെയ്ത സമയത്തും അതേപോലെ ആയിരുന്നില്ല. ജയൻ കുതിര കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഷീല അവിടെ നിന്നിങ്ങനെ നോക്കി ജയന്റെ മസിലൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഷോട്ടാണല്ലോ ശരപഞ്ചരത്തിൽ ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ സണ്ണി ലിയോൺ വേല ചെയ്യുന്നുണ്ട്, ആസ്വദിച്ചു. എന്റെ മസിലും കണ്ട് കുതിരയും കണ്ട് അവരെ ആസ്വദിച്ചു. ഓക്കെ സാർ, എന്തായാലും നവവത്സരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ.
ആശംസിക്കുന്നു. ബോളിവുഡ് താരം സണ്ണി ലിയോണിന്റെ ആദ്യ മലയാള വെബ് സീരീസായ പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. സീരീസിന്റെ ടീസറിൽ ഭീമൻ രഘുവിനെയും സണ്ണി ലിയോണിനെയും കാണാം. ശരപഞ്ചലം എന്ന ചിത്രത്തിൽ ജയൻ കുതിരയെ തടവുമ്പോൾ വികാരാവേശത്തോടെ ഷീല നോക്കി നിൽക്കുന്ന രംഗമാണ് സണ്ണി ലിയോണും ഭീമൻ രഘുവും പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. വീഡിയോ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഹൈറിച്ച് ഗ്രൂപ്പിന്റെ HR OTT-യിലൂടെയാണ് ഈ സീരീസ് പ്രദർശനത്തിന് എത്തിക്കുക. HR പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീനാഥ് പ്രതാപൻ നിർമ്മിക്കുന്ന സീരീസിന്റെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത് സതീഷ് കുമാറാണ്. മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് കോമഡി ആക്ഷൻ ത്രില്ലർ സീരീസാണ് പാൻ ഇന്ത്യ സുന്ദരി. അപ്പാനി ശരത്തും മാളവികയും നായകന്മാരാകുന്ന സീരീസിൽ മണിക്കുട്ടൻ, ജോണി ആന്റണി, ജോൺ വിജയ്, സജിത മഠത്തിൽ, അസീസ് നെടുമങ്ങാട്, കോട്ടയം രമേശ്, ഹരീഷ് കണാരൻ, നോബി മാർക്കോസ് തുടങ്ങിയവരും അണിനിരക്കുന്നു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് സീരീസ് എത്തുന്നത്. മുൻപ് ഈ സീരീസിൽ ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. സണ്ണി ലിയോണിനെ കാണാൻ ഓടി വരുന്ന രീതിയിലുള്ള ഭീമൻ രഘുവിന്റെ വീഡിയോ. ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ നടി വിളക്ക് തെളിയിക്കുന്നതും ഇതിനിടയിൽ ഭീമൻ രഘു ഓടി വേദിക്കരികിലേക്ക് വരുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. സണ്ണി ലിയോണിന്റെ ചിത്രം പതിച്ച ടീഷർട്ടാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ഭീമൻ രഘു തന്നെയാണ് ഇക്കാര്യവും പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.